മക്കളെ SSLC ഓണം എക്സാമിന് സോഷ്യൽ സയൻസിന് ചോദിക്കുന്ന ഏകദേശം 15ഓളം സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 15ഓളം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ 15 എന്ന് പറയുമ്പോൾ ഒരു 17ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും ഇതിലുണ്ടായിരിക്കും. മോഡൽ ന്യൂ പാറ്റേൺ വെച്ചിട്ട് പല ഏജൻസികൾ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇടുന്ന പല ആളുകളും ഉണ്ടാക്കിയ ഒരു പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ക്വസ്റ്റ്യൻ ഇടുന്ന അതേ ആൾക്കാർ തന്നെ പല പ്രൈവറ്റ് മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരുണ്ടാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിൽ ഒരു 80 അല്ല ഒരു 90% ക്വസ്റ്റ്യൻസും ചോദിക്കും. അതുകൊണ്ട് മക്കളെ ഇതിൽ നിന്നും എടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല നമ്മുടെ SCERTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ക്രോണോളജിക്കൽ ഓർഡർ. ഞാൻ പറയട്ടെ, ഞാനൊരു പ്രഡിക്റ്റ് ചെയ്യട്ടെ, മൂന്നാമത്തതോ നാലാമത്തതോ അഞ്ചാമത്തതോ ആയിട്ടുള്ള, മൂന്നാമത്തതോ നാലാമത്തോ അഞ്ചാമത്തതോ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം, ക്രോണോളജിക്കൽ ഓർഡർ. അത് മക്കളെ രണ്ടാമത്തെ ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ എന്നായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. അതായത് നമ്മുടെ ഹിസ്റ്ററി രണ്ടാമത്തെ ചാപ്റ്ററിൽ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇൻസിഡന്റ് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആ ഇൻസിഡന്റ് കൃത്യമായിട്ട് വർഷം വെച്ച് പഠിക്കണം, വർഷം വെച്ച് പഠിക്കണം. നോക്കണേ, ആദ്യത്തെ 2 അങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം അങ്ങനെ ചോദിക്കാത്തൊരു സംഭവമാണ്. എന്നാൽ 1749 വോങ്തിയം എന്നുള്ള നികുതി ഗവൺമെൻറ്, ഫ്രാൻസിലെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നികുതിയാണ് വോങ്തിയം എന്നുള്ള നികുതി. 1770 എക്കണോമിക് ക്രൈസ്, സാമ്പത്തിക പ്രതിസന്ധി വരുന്നത്. 1789 1789 ഉണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾ ഇതിൽ കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പഠിക്കേണ്ടത് ഈ ഓരോ ഡേറ്റുകളാണ്. നോക്കിക്കേ, ജൂൺ 17 ഫ്രഞ്ച് നാഷണൽ അസംബ്ലി, ഫ്രഞ്ച് ദേശീയ സഭ നിലവിൽ വരാണ്. ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ടെന്നീസ് കോർട്ട് ഒത്ത്. ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർത്ത സംഭവങ്ങൾ. അത് കഴിഞ്ഞിട്ട് 1792 നാഷണൽ കൺവെൻഷൻ, ഈ ദേശീയ സഭ എന്നുള്ളത് നാഷണൽ കൺവെൻഷനായി മാറാണ്. 1795 ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ, പുതിയ ഭരണഘടന നിലവിൽ വരാണ്. 1815 നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ വാട്ടർലൂ യുദ്ധമാണ്. അതേ 1815 തന്നെ വിയന്ന കോൺഗ്രസ്, വിയന്ന സമ്മേളനം, അതിലെടുത്ത തീരുമാനങ്ങളൊക്കെ പറയുന്നില്ല നമ്മൾ. അത് കൃത്യമായിട്ട് പഠിക്കാം മക്കളെ. ഇത് ഞാൻ മുഴുവൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല, ഇത് ഞാൻ മുഴുവൻ പറഞ്ഞു. പക്ഷേ ഇതിലുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. ഷുവറാണ്, നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഞാൻ ഒന്ന് നേരക്ക് നിങ്ങളെ കാണിക്കാത്തത് പോലും ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി അങ്ങനെയല്ല കേട്ടോ, ഇത് ശരിക്കും നമ്മളിതെന്താണ് പല രീതിയിലും എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു 2 ആഴ്ച ഞാൻ ഇതിൻ്റെ പിന്നിൽ നിന്നിട്ടാണ് ഇങ്ങനെ ഒരു കോപ്പി ഉണ്ടാക്കിയത്. 2 ആഴ്ച. അതായത് നോക്കണം മക്കളെ, ഇത് ചെറിയ കാര്യമൊന്നുമല്ലടാ, ഇത് ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാതും മാച്ച് ദ ഫോളോയിങ്ങും എല്ലാ കാര്യങ്ങളും പെർ എസ്സേ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഇത് 2 പുറമായിട്ട് കിടക്കാണ്. എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മറന്നു പോകരുത് മക്കളെ. ഇത് നിങ്ങൾ പഠിക്കാതെ വിട്ടു പോകരുത്, ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. പിന്നെ ലൈവിൻ്റെ കാര്യം മറക്കരുത് മക്കളെ, ലൈവിൽ എല്ലാതും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് വെച്ചിട്ട് മാത്രമാണ് നമ്മളിന്ന് ലൈവ് കളിക്കാൻ പോകുന്നത്. ലൈവിൽ ഇന്ന് ഇതായിരിക്കും നമ്മുടെ ആയുധം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റൽ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ബൈ ബൈ ബൈ.